third chapter exercises. Okay. Second one, filling the blanks. Khalistan bhariye. Okay. First one is ka. अब पद्मा की पूरी डैश जोरवार सिंह पर पड़ गया. എന്താണ് അതിന്റെ പഡ്ഗയി സോറി പഡ്ഗയി എന്താണ്? अब पद्मा की पूरी डैश जोरावर सिंह पर पड़ गई. What's the answer there? What is the answer? Okay. Go through your lessons. Where is it? എവിടെയാണ്? കണ്ടോ? Zimmedari. Yes. Zimmedari. That's the answer. Zimmedari. Third line. First paragraph in the third line. अब पद्मा की कोई जिम्मेदारी जोरावर सिंह पर पड़ गई. Okay. Zimmedari. Okay. Okay, next question. Okay, first one in the third question de Shreya connect aanudu. Okay, second question. राजा उसकी वीरता और डैश देखकर बहुत प्रसन्न थे. वीरता और go through your lessons. What is it? राजा എന്താണ് അവിടെ? वीरता और തൽവാർബാസി. സെക്കൻഡ് പാരഗ്രാഫിന്റെ മൂന്നാമത്തേല് ലാസ്റ്റ്. സെക്കൻഡ് പാരഗ്രാഫില് പേജ് നമ്പർ 9 അതില് ഫസ്റ്റ് പാരഗ്രാഫ് അതില് മൂന്നാമത്തെ ലൈനിന്റെ ലാസ്റ്റ്. ओके. राजा उसकी वीरता और तलवारबाजी देखकर बहुत प्रसन्न हुए. Okay. तलवारबाजी. Okay. Third question. അല്ല എഴുതിയില്ലേ ശ്രേയ? കിട്ടിയോ? ഫസ്റ്റത്തെ ക്വസ്റ്റ്യന്റെ ജിമ്മേദാരി. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യനില് ജിമ്മേദാരി. What happens, Shreya? Can you hear me? Any problem? No, I can hear. Okay. Shall we move to the third question then? Okay. Third question. सब आश्चर्यचकित होकर देखते रहे कि उसकी हवलदार एक डैश है. उनकी हवलदार एक डैश है. यस, उनकी हवलदार एक स्त्री है. उनकी हवलदार एक स्त्री है. थर्ड क्वेश्चन आंसर स्त्री वुमन. स्त्री ने एഴുതാൻ അറിയാമോ? സ്ത്രീ എങ്ങനെ എഴുതാ?
ഏത്? സായുടെ പകുതിയും ത്രായി. സായുടെ പകുതിയും ത്രായും. എവിടെ വള്ളി? റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡ്. റൈറ്റ് സൈഡ് ഓർ ലെഫ്റ്റ് സൈഡ്? റൈറ്റ് അല്ലേ മിസ്? റൈറ്റ് സൈഡ്. സ്ത്രീ. ओके ओके, फोर्थ वन, राजा भाई बहन का ऐसा डैश प्यार देखकर बहुत प्रसन्न हुए. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് എന്തുവാന്ന്. ഷോണാണോ പറഞ്ഞേ? ഞാനിവിടെ മ്യൂട്ടാ. മ്യൂട്ടായിട്ടാണോ സംസാരിക്കുന്നത്? നീ മ്യൂട്ടായിട്ടാണോ നിന്റെ സംസാരം ഇവിടെ കേട്ടത്? എന്ത് പറ്റി ശ്രേയ? ശ്രേയക്ക് കിട്ടുന്നില്ല? Okay. 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 Did you write, Shreya? എഴുതിയല്ല? Did you write? Don't know this girl is doing what. Okay. Okay, ആ ക്വസ്റ്റ്യൻ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. തേർഡ് വൺ എന്താണ്? പാഠ് മേ ദിയെ ഗയെ നിമ്ന वाक्यांशों को पढ़े, अर्थ समझिए और किन्हीं 5 का वाक्यों में ആൻസർ കിട്ടില്ല. ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ കിട്ടിയില്ല. സോറി. राजा भाई बहन का ऐसा डैश देकर എന്താ എന്റെ ആൻസർ എന്താ? അദ്ഭുത. अद्भुत. ओके. यस, अद्भुत. ലാസ്റ്റില് താഴേന്ന് മൂന്നാമത്തെ ലൈനില്, ലാസ്റ്റ് പാരഗ്രാഫില് താഴേന്ന് മൂന്നാമത്തെ ലൈനില് അദ്ഭുത്. ഓക്കെ, അപ്പൊ അവിടെ തന്നിരിക്കുന്ന സെന്റൻസ് അവിടെ കുറെ ഇഡിയംസ് തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇഡിയംസ് മീൻസ്? അവിടെ നമ്മൾ ചില കാര്യങ്ങൾ സൂചിപ്പിക്കാൻ വേണ്ടി ഒറ്റ വാക്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇഡിയംസ് എന്ന് പറയുന്ന കാര്യങ്ങള്. അപ്പൊ ദേഹാന്ത് ഹോഗയ, അതായത് മൃത്യു ഹോഗയ. ഇത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിരുന്നു തോന്നുന്നു അല്ലേ? പറഞ്ഞിരുന്നോ ശ്രേയ? ശ്രേയ കഴിഞ്ഞ പ്രാവശ്യം മ്യൂട്ടായിരുന്നു. ആൻമാരിയ പറഞ്ഞില്ലായിരുന്നു അല്ലെ? ദേഹാന്ത് ഹോഗയ, മൃത്യു ഹോഗയ, മരണപ്പെടുക. അതിന് നിങ്ങക്ക് ഓർമ്മയുണ്ടോ അല്ലെ? ഞാൻ എന്തെങ്കിലും ഓർത്ത് വെച്ചാലായി. എന്താ? പക്ഷെ ഞാൻ ക്ലാസ്സിൽ കയറിയില്ലല്ലോ. ശരി, അപ്പൊ നമുക്ക് നോക്കാം. ഓക്കെ, ദേഹാന്ത് ഹോന. ദേഹാന്ത് ഹോന നമ്മൾ എന്താ പറഞ്ഞത്? അതിനകത്ത് പറഞ്ഞിരുന്നു. ഇതിലെന്താ പറഞ്ഞിരുന്നേ? ലെസണിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാതാപിതാക്ക, പത്മാക്ക മാതാപിതാക്ക ദേഹാന്ത് ഹോഗയ. ദേഹാന്ത് ഹോഗയ എന്ന് വെച്ചാല് മൃത്യു നടന്നു. മൃത്യു മരണം നടന്നു എന്നാണ് ദേഹാന്ത് ഹോഗയ എന്ന് പറയുന്നത്. ബന്ദി ബനാക്കർ. ബന്ദി ബനാക്കർ എന്ന് വെച്ചാൽ കയക്കർ. എന്താണ്? കൂട്ടിക്കൊണ്ടുപോവുക. തടവിലാ എന്താണ് ആ സംഭവം? അതിലാക്കുക. തടവിലാക്കുക എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, നാലിഷ് കർണ, മുഖത്മ കർണ. മുഖത്മ കർണ എന്ന് വെച്ചാല് നമ്മൾ എന്താണ്? വാദിക്കുന്നതിനാണ് മുഖത്മ കർണ, നാലിഷ് കർണ എന്ന് പറയുന്നത്. എന്താ ശ്രേയ? എന്ത് പറ്റി? Any problem? Do you have any problem? Do you facing any problem? എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ല. അതുകൊണ്ടാണോ പോലെ ഇരിക്കുന്നത്? ഇവിടെ കറണ്ടില്ല മിസ്. നൈസ്. ഇവിടെ മിസ്. താങ്ക് യു. ഇവിടെ ഏതായാലും ഭാഗ്യത്തിനുണ്ട്.
Okay, next one. Pet palna. Pet palna means ജീവിക ജീവിക ചലാന, അതായത് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അത് ഞാൻ ഇത് കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ തന്നെ ലെസൺസ് തന്നെ പറയുന്നത് പലതരത്തിലുള്ള എങ്ങനെയാണ് യൂസ് ചെയ്തിരുന്നത് എന്ന് നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. അതായത് എങ്ങനെയാണ് ഒരു കാര്യം പറഞ്ഞാൽ അത് എങ്ങനെയാണ് വേറൊരു വാക്കിൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളോട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഫുൾ അപ്പ് യുവർ സോക്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ലേ. ഇംഗ്ലീഷിലെ ഇഡിയംസ് ആണ് ഫുൾ അപ്പ് യുവർ സോക്സ്. വെൻ യു ആർ വീക്ക് യു ആർ സേയിങ് when you get mark, pull up your socks, score higher score. To score high in your subject, pull up your socks. And 6th lana parnittu. Okay, that's the meaning. Okay, did you get that? What endana idioms inde aa oru idea nu മനസ്സിലായോ? എന്താ ഐഡിയ? എന്ത് idioms അല്ലേ? ഞാൻ അവിടെ തന്നിരിക്കുന്ന നിങ്ങൾ ഓപ്പോസിറ്റ്സ് ഒക്കെ എഴുതിയിരുന്നോ? നിങ്ങളുടെ നോട്ട്സിലേക്ക് എഴുതിയിരുന്നോ? എല്ലാവരും എഴുതിയിരുന്നു. ഓക്കെ, idioms. Okay, so we will move to fourth chapter. Is that okay? What is there written? What is there written? Taj Mahal. What is Taj Mahal? Miss, third lesson question answer എഴുതിയോ? Third question വാട്സാപ്പിൽ അയച്ചു ചെയ്തായിരുന്നു. Yes, ഞാൻ PDF തന്നിട്ടുണ്ടായിരുന്നു. എഴുതണമായിരുന്നു. Yes, right. Miss, ഓപ്പോസിറ്റും ഉണ്ടായിരുന്നു. യെസ്, അതില് എന്താണ് ടീച്ചറുടെ വീഡിയോ ആണ് ഇപ്പൊ ഓൺ ആയില്ലേ? കേക്കുന്നുണ്ട്. അതിന്റെ ഇതും ഞാൻ തന്നിട്ടുണ്ട്. ഇത് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. എന്താ ഓപ്പോസിറ്റ്സിന്റെ തന്നിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ ആൻസേഴ്സും തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചെയ്ത ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. Okay, we are moving to the fourth chapter. Okay, നിങ്ങൾക്ക് ഓഗസ്റ്റിലേക്ക് ഒരു എക്സാം ഉണ്ടാവും. Did you know that? നിങ്ങളെ അറിഞ്ഞോ നിങ്ങൾ? Yes, and in Hindi we will be having four chapters till this Taj Mahal. ഈ താജ്മഹൽ വരെ ആയിരിക്കും നിങ്ങളുടെ ചാപ്റ്റേഴ്സ് വരിക. ഓക്കെ, യെസ്. പരീക്ഷ എങ്ങനെയായിരിക്കും? ഓൺലൈൻ. യെസ്, അതായത് നിങ്ങൾ 6th എക്സാം എഴുതിയില്ലായിരുന്നു? ഓൺലൈൻ എഴുതിയില്ലേ? അതായത് നിങ്ങൾക്ക് ടൈം തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇത്ര ടൈം തരും. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വാട്സാപ്പിലൂടെ സെൻഡ് ചെയ്ത് തരും. ഇത്ര ടൈമിനുള്ളിൽ, അതായത് 1 hour 2 hour എങ്ങനെയാണെന്ന് വെച്ചാൽ ടൈമിനുള്ളിൽ നിങ്ങൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് തിരിച്ച് അയക്കുക. തിരിച്ച് ടീച്ചേഴ്സ്, ഏതൊക്കെ നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അതായത് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. അതിനുശേഷം അവർ അത് വാല്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യും. മാർക്ക് സാർ പബ്ലിഷ് ചെയ്യും. നമ്മൾ കോപ്പി അടിച്ചിരുന്നെങ്കിലോ? ഇറ്റ്സ് അപ് ടു യു, നിങ്ങൾ എങ്ങനെ എഴുതുന്നത് എന്നുള്ളത്. യു ആർ സ്റ്റഡിങ് ഫോർ യുവർ സെൽഫ്. സോ ഇപ്പൊ നിങ്ങൾ കോപ്പി അടിച്ചാൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായി തീരും. അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ചിലവരുണ്ടേ, ഇപ്പൊ ഇല്ല. രാവിലത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു. അതാരാ? ഫെയ്ത്താ? അലൻ? ഫെയ്ത്തല്ലേ ഇപ്പൊ ഉള്ളൂ. Okay then. Okay, we will start our fourth chapter, that is Taj Mahal. എന്താ താജ് മഹൽ എവിടെയാ? താജ്മഹൽ എവിടെയാ? താജ്മഹൽ എന്താണ്? ഒരു
ഒരു എന്താ? മോണുമെന്റ്. യെസ് യെസ് യെസ്, സംഭവം അത് തന്നെ. നെക്സ്റ്റ് പിന്നെന്താ? ദെൻ വേറെന്തൊക്കെയാ നിങ്ങൾക്ക് താജ്മഹലിനെ കുറിച്ച് അറിയാം? ആർക്ക് വേണ്ടിയിട്ടാണ് താജ്മഹൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ആരാണ് ഉണ്ടാക്കിയത്? ആക്കറിയാം. എവിടെയാണ് അത് സ്ഥിതി ചെയ്യുന്നത്? മുംതാസ്, ഷാജഹാൻ. ഡൽഹി, ഷാജഹാൻ ഡൽഹിയിൽ. ഷാജഹാനല്ലേ ഉണ്ടാക്കിയത് മിസ്സേ? യെസ്. മിസ്സേ ഷാജഹാനല്ലേ ഉണ്ടാക്കി? ആർക്ക് വേണ്ടി? ഇന്ത്യക്ക് വേണ്ടി. ഇന്ത്യക്ക് വേണ്ടിയോ? ഷാജഹാന്റെ വൈഫിന് വേണ്ടി. അതാരാ? ആ, അതാരാ ഷാജഹാന്റെ വൈഫ്? മുംതാസ്. പാടത്തിലുണ്ടോ നോക്കട്ടെ. എവിടെയാ ഇത് സ്ഥിതി ചെയ്യുന്ന? എവിടെയാ? ഡൽഹി ആണോ? Is it in Delhi? Is it in Delhi? എന്നെ കാണാവോ? No. വീഡിയോ ഓഫ് ആക്കിയിട്ട് പിന്നെ കാണത്തില്ല. ഞാൻ വീഡിയോ ഓഫിലല്ല, ഇതെങ്ങനെ ഇരിക്കുന്നേ? Okay. Anyway, you can hear me. That's enough. Then it is. Then it is. It is situated in Agra. Agra. അതേതാ സ്ഥലം? അത് ഡൽഹിയുടെ കുറെ ഇപ്പുറത്തേക്ക് വരുന്ന സ്ഥലമാണ്. നോട്ട് പ്രോപ്പർ ഡൽഹി. ബിഫോർ ഡൽഹി. എന്തായാലും ഡൽഹിയിലല്ലേ? No. It's only a state. I mean, ആ ഒരു ഏരിയയിൽ വരുന്നുള്ളൂ. It's in Agra. What? What happened? What is so sad over there? എന്ന് പറഞ്ഞേ Why? Okay. ഡൽഹിയിലായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. കാണാൻ വേണ്ടിട്ടാ? Okay, we are starting our lesson. താജ്മഹൽ. വേറൊരു ഇമ്പോർട്ടന്റ് കാര്യമാണ്, അത് നിങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. വണ്ടേഴ്സ് എന്താണെന്നറിയാം? വണ്ടേഴ്സ്, 7 wonders. അത്ഭുതം. Yes. China Gate. Sorry, China Wall. China Wall. Sorry, it's not China Gate. വൻ മതിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ചൈനയുടെ മതിൽ എന്നൊക്കെ. താജ്മഹൽ. അതൊക്കെ എന്താ? അതൊക്കെ എന്താ സംഭവം? താജ്മഹൽ. Then you know, this is ഈ വണ്ടേഴ്സിനെ കുറിച്ചിട്ട്, 7 വണ്ടേഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെന്റ് തരാണ്, ഇൻക്ലൂഡിങ് ദ പിക്ചേഴ്സ്. ഇപ്പൊ വേണ്ട, നിങ്ങളുടെ എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് ഒരു ഡേറ്റിൽ. ഓക്കെ, ഐ വിൽ ഗിവ് യു ദ ഡേറ്റ് ഓർത്ത് വെച്ചോ. അടുത്ത വർഷം. എന്നാ പിന്നെ 10 വർഷം കഴിഞ്ഞിട്ട്, നിങ്ങളെ +2 ഒക്കെ കഴിഞ്ഞിട്ട് ചോദിത്തരാം. ഓക്കെ, എന്നാ മതി, കുഴപ്പമില്ല. അപ്പൊ നിങ്ങളുടെ ഡേറ്റ് ഓഗസ്റ്റ് ലാസ്റ്റിലേക്ക് ആയാലോ? ധാരാളം നോക്കാം. ഓഗസ്റ്റ് ലാസ്റ്റിലേക്ക് നടന്നുമ്പോ ഓഗസ്റ്റ് 31 നവംബറിലായിരിക്കും മിസ്. ഓഗസ്റ്റ് 29. ഓക്കെ, ഓഗസ്റ്റ് 29 ശനിയാഴ്ച. 20:20. This is your assignment. കാണുന്നില്ല. ഈ അസൈൻമെന്റ് ബേസ് ചെയ്ത് ഇരിക്കും നിങ്ങളുടെ ഫൈനൽ എക്സാംസിന്റെ മാർക്ക്. ഞാൻ ആഡ് ചെയ്യും നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക്. So do it perfectly. Okay, 7 wonders ആണ്. ഏതൊക്കെയാണെന്നുള്ളത് 7 വണ്ടേഴ്സ് എത്രത്തോളം ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയുമോ, എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം നന്നായിട്ട് ചെയ്യുക. ഓക്കെ, and you have to write it in English, Hindi,
Not in notebook. It's a assignment, not in notebook. മിസ് എത്ര ലാംഗ്വേജിലാണ്? ഹിന്ദിയിലല്ല, നമ്മുടെ ഹിന്ദിയല്ലേ നമ്മുടെ ലാംഗ്വേജ്. ഓക്കെ, മാക്സിമം ട്രൈ ടു എന്തെല്ലാം കാര്യങ്ങളാണ്, എവിടെയൊക്കെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെ എഴുതണം എന്നുള്ളത്. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾ എപ്പോഴും ഫോണും ഗൂഗിളും ഒക്കെ നോക്കുന്ന ആൾക്കാരല്ലേ? പിന്നെ ഇപ്പൊ ക്ലാസ് തുടങ്ങിയോണ്ട് ഫോൺ തൊടാൻ സമ്മതിക്കുന്നില്ല ടീച്ചറെ. ഫോണ്, ലാപ്ടോപ്സ്, ഡെസ്ക്ടോപ്സ്. ലാപ്ടോപ്പ് അല്ല, ഫ്രണ്ട് ക്യാമറ മതി മിസ്, ഹിന്ദി മാത്രം മതിയോ? യെസ്, ഹിന്ദിയില് വിത്ത് ദെയർ പിക്ചേഴ്സ്. എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിത്ത് ദെയർ പിക്ചേഴ്സ്. ഓക്കെ, വിത്ത് ദെയർ പിക്ചേഴ്സ്. ഇതാണ് നിങ്ങളുടെ അസൈൻമെന്റ്. അതിന്റെ ഹെഡിങ് 7 വണ്ടേഴ്സ് ഓഫ് വേൾഡ്. പിന്നെ വിശദീകരിക്കണ്ടേ? വിശദീകരിക്കണം. അതിനാണല്ലോ അസൈൻമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഇത് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളോട് ഞാൻ അത് പറഞ്ഞു തന്ന അതിന് വേണ്ടിയിട്ടാണ്. എന്താണ് അസൈൻമെന്റിന് വേറെ എന്തൊക്കെയാ വേണ്ടേ? എന്തൊക്കെയാ അസൈൻമെന്റിന്? ഫസ്റ്റ് പേപ്പർ വേണം, ഫസ്റ്റ് പേജ് വേണം. ജസ്റ്റ് നോട്ട് ഇറ്റ് ഡൗൺ. ഫസ്റ്റ് പേജ്, ആദ്യം ഫസ്റ്റ് പേജ് വേണം. നോട്ട് ഇറ്റ് ഡൗൺ, നോട്ട് ഇറ്റ്. ഫസ്റ്റ് പേജില് നിങ്ങളുടെ പേര്, സ്ഥലം, കാര്യങ്ങളും ഒക്കെ വേണം. സെക്കൻഡ് പേജില് കണ്ടന്റ് എന്ന് പറഞ്ഞൊരു പേജ് വേണം. ഏതൊക്കെയാണ് എഴുതുന്നത്? ഏതൊക്കെയാണ് കണ്ടന്റ് എന്നുള്ള പേജിൽ നിങ്ങൾ എഴുതേണ്ടത്. ഏതൊക്കെ പിക്ചേഴ്സ് ആദ്യം നിങ്ങൾ എഴുതുക. എന്തെല്ലാം കാര്യങ്ങളാണ് എഴുതുന്നത്. അതായത് താജ്മഹൽ ആണ് ആദ്യമെങ്കിൽ പേജ് നമ്പർ ഇടുക, അല്ലെങ്കിൽ ഒരു കോളം വരച്ചിട്ട്. ഓക്കെ, യു സീ ഹിയർ കണ്ടന്റ് ഇൻ യുവർ ഫസ്റ്റ് പേജ്. യു സീ കണ്ടന്റ് ഹിയർ, കണ്ടന്റ്. അപ്പോ നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ എന്ത് വേണം? നിങ്ങളുടെ ടോപ്പിക് എന്താന്നുള്ളത് വേണം. എന്താ നമ്മുടെ ടോപ്പിക്? 7 വണ്ടേഴ്സ് ആണ് നമ്മുടെ ടോപ്പിക്. സൈഡില് ഈ വശത്ത്, അതിന്റെ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ പേര് എഴുതുക. ലെഫ്റ്റ് സൈഡിൽ ആർക്കാണ് സബ്മിറ്റ് ചെയ്യുന്നതെന്ന് എഴുതുക. ഓക്കെ, ആർക്കാ മിസ്? ഞാനാണല്ലോ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുശേഷം കണ്ടന്റിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ്. അതായത് നിങ്ങളിപ്പോ താജ്മഹൽ ആണ് ഫസ്റ്റ് എങ്കിൽ 1 ഇട്ടുക, താജ്മഹൽ. 2 എന്താണ്, വേറെ എന്തെങ്കിലും ആണ്, എന്താ ചൈന വാൾ ആണെങ്കിൽ ചൈന വാളിനെ കുറിച്ച് എഴുതുക. മീൻസ് അപ്പൊ ആ കണ്ടന്റ്സിന്റെ അടിയിൽ തന്നെ ഇതൊക്കെ എഴുതണോ, അതോ വേറെ പേജ്? കണ്ടന്റിന്റെ താഴെ, കണ്ടന്റ് എന്നുള്ളത് മെയിൻ ഹെഡിങ് കൊടുക്കുക, കണ്ടന്റ്. എന്നിട്ട് അതിന്റെ താഴെ ഈ ടോപ്പിക്സ് എഴുതുക. ഏതൊക്കെയാണ് സബ് ടോപ്പിക്സ്. ഈ 7 എണ്ണം എഴുതുക, ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, ലിസ്റ്റ് ചെയ്യുക. ഒരു പേജിൽ ഓർമ്മ. ഇത് നിങ്ങളുടെ ഫസ്റ്റ് പേജ്. പറഞ്ഞേക്ക്, നിങ്ങളുടെ ഫസ്റ്റ് പേജ്. നിങ്ങളുടെ ടോപ്പിക് എഴുതി, ഇവിടെ നിങ്ങളുടെ പേര് എഴുതി, ഇവിടെ ആർക്കാ സബ്മിറ്റ് എന്നിട്ട് സബ്മിറ്റഡ് ബൈ. റൈറ്റ് ഡൗൺ ഹിയർ സബ്മിറ്റഡ് ബൈ. Here submitted to. Here you write your name. Here you write the teacher's name. Okay. Then you take other page. Then on the first page, next page you write content. Content എഴുതിയിട്ട് first what are they? List those 7 names over here. What are they, and something, etc. Okay. Then you give a small introduction. Next page le edike introduction. 3 ലൈനിൽ മതിയില്ലേ ഇൻട്രൊഡക്ഷൻ? 7 കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൻ്റെതായ ഇൻട്രൊഡക്ഷൻ
ഏകദേശം ഒരു ഇത്രയെങ്കിലും വരും നിങ്ങൾ ഇത്ര എഴുതുമ്പോൾ. ദാറ്റ്സ് ഇനഫ്. ഇത്രയും മതി. ഇത്രയും വരുന്ന രീതിയിൽ. ഇൻട്രൊഡക്ഷൻ. അപ്പൊ മിസ് അതിന്റെ താഴെയാണോ പിക്ചർ ഒട്ടിക്കണ്ടേ? അല്ല, ഇത് നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ എന്താണ് 7 വണ്ടേഴ്സ്, 7 വണ്ടേഴ്സിൽ എന്തെല്ലാം കാര്യങ്ങളാണുള്ളത്, എവിടെയൊക്കെയാണ് അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഷോർട്ടായിട്ട് എഴുതുക. ഓക്കെ, ഫ്രം ഹിയർ യു റൈറ്റ് ഇൻ ഡീറ്റെയിൽ എന്തൊക്കെ 7 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നെക്സ്റ്റ് അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ദാറ്റ്സ് ക്ലിയർ. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയാണോ മിസ്? അത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾ ഫസ്റ്റ് 1 നമ്പർ ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പേസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ പിക്ചേഴ്സ് പേസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക, സെക്കൻഡ് എടുക്കുക, പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ലാസ്റ്റ് ഫസ്റ്റ് പിക്ചർ ഇടണോ? പിക്ചർ ഫസ്റ്റ് വെക്കണോ? അത് നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ താല്പര്യം പോലെ. എന്നിട്ട് ലാസ്റ്റ് പേജിൽ ഈ 7 എണ്ണം എഴുതി കഴിയുമ്പോൾ കൺക്ലൂഷൻ എന്ന് പറഞ്ഞൊരു പേജ് കൊടുക്കുക. Conclusion. Yes. What is the meaning of conclusion? നമുക്ക് ഈ ചെയ്തതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്നതാണ് കൺക്ലൂഷൻ. അപ്പൊ നിങ്ങൾക്ക് എന്തല്ല, നിങ്ങൾക്ക് കുറെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവും. എഴുതിയൊക്കെ കഴിയുമ്പോൾ അതൊന്ന് ബ്രീഫ് ആക്കുക. ഒരു മേ ബി ഇത്രയൊക്കെ മതിയോ കൺക്ലൂഷൻ. ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ അസൈൻമെന്റ് ഈസ് റെഡി. ഓക്കെ, അപ്പൊ ഓഗസ്റ്റ് 29 ശനിയാഴ്ച. അപ്പൊ ടീച്ചറെ നമ്മുടെ 7th ക്ലാസ്സിന്റെ ഹിന്ദി ഗ്രൂപ്പിലേക്ക് ഇട്ടാ മതിയോ? 7th ക്ലാസ്സിന്റെ ഹിന്ദി ഗ്രൂപ്പിലോ എനിക്ക് പേഴ്സണൽ ആയിട്ടോ നമുക്ക് ഗ്രൂപ്പ് ഉണ്ടല്ലോ അല്ലെ 7th ഹിന്ദി, അതിലിട്ടാ മതി. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ആ ഒരു ഇത് അയച്ചു കൊടുക്കുക, ആ ഫോമാറ്റ് അയച്ചു കൊടുക്കുക. എന്തിനി? ഇപ്പൊ പിന്നെ അവര് ചെയ്യണ്ടേ, നിങ്ങൾ മാത്രം ചെയ്താൽ മതിയോ? അല്ല, 7ാം ക്ലാസ്സിലിടുമ്പോ എല്ലാരും കണ്ടോളല്ലോ. അത് അന്നേരല്ലേ ഇടുള്ളൂ. നിങ്ങൾ ഇതിന്റെ ഫോർമാറ്റ് അവർക്ക് അയച്ചു കൊടുക്കുക. അവരോട് പറയാം, അതാ ശ്രേയ, ഫെയ്ത്ത്, വരുന്ന കുട്ടികളുണ്ടല്ലോ, ദിയ, അവർക്കൊന്നും അറിയില്ലല്ലോ ഇപ്പൊ ഇന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നെല്ലാ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 30-ാം തീയതി ആണ്, ഓഗസ്റ്റ് 30 ആണ് ഡെഡ് ലൈന്. അതിന് മുന്നേ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാം. ആഷിക്കിന്റെ ഏറ്റവും ഫെയ്ത്തിന്റെ നോക്കാം. അപ്പൊ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അപ്പൊ ഇപ്പൊ നമ്മുടെ ടൈം കഴിയാനായി. എന്തോ ശ്രേയക്കും ദിയക്കും ഹാൻഡ്മേഡ് ആയിട്ടുള്ളൂ. നീ ആർക്കാ ഇടുക? അലന്, മറ്റേ ആഷിക്ക്, പിന്നെ അലൻ ഗ്രൂപ്പിലില്ല. അലന്റെ നമ്പർ ഫെയ്ത്തിന്റെ കാണും. ഫെയ്ത്തിന്റെ ഉണ്ട്. അപ്പൊ അവർക്കും അത് അപ്പൊ അത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടി തയ്യാറെടുക്കുക. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ അടുത്ത ക്ലാസ്സിൽ തീർക്കാം. ഓക്കെ, ബൈ.